ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചല്ല തയ്യാറാക്കി എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്നത് നല്ല ഡ്രൈയും ക്ലീനും ആയിട്ടുള്ളൊരു ബൗളാണ്. അതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 2-3 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ ടെക്സ്ചർ നല്ല യൂണിഫോം ആയിട്ട് വരും. കേക്ക് നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ലപോലെ മിക്സ് ആവുമല്ലോ, അതുകൊണ്ടാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ എഗ് വൈറ്റ് നല്ലതുപോലെ ഒരു വിസ്കോ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഇത് നട്ടി ബബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്താണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. അതൊരു 3-4 പ്രാവശ്യമായിട്ട് മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ അലിയിപ്പിച്ച് പതപ്പിച്ചെടുക്കണം. പിന്നെ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ മിച്ചം വെക്കുക. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ ഞാനൊരു 3 പ്രാവശ്യമായിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് രണ്ടും കൂടി. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ കേക്കിനൊരു മുട്ടയുടെ മണമൊന്നും ഉണ്ടാവത്തില്ല. ഇതിലേക്ക് മിച്ചം വെച്ചിരുന്ന പഞ്ചസാരയുടെയും ബൂസ്റ്റിൻ്റെയും കൂടി മിക്സും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളതും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ട എടുക്കാനും ശ്രദ്ധിക്കണം. ഇനി മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇത് ഒരുപാട് അങ്ങ് സ്റ്റിഫ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ലതുപോലെ പതിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഓയിൽ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്ലോറാണ്. അത് ഒറ്റ സ്ട്രെച്ചായിട്ട് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കേക്ക് ഭയങ്കര ഹാർഡായിപ്പോൾ. അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഒരുപാട് ബലം പിടിച്ചൊന്നും മിക്സ് ചെയ്തെടുക്കരുത്. പതുക്കെ മിക്സ് ചെയ്ത് നല്ലതുപോലെ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്താൽ കേക്ക് ഒരുപാട് ഹാർഡായിപ്പോൾ. അപ്പോൾ ദാ നമ്മളുടെ ഫ്ലോറും വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് മോൾഡിൻ്റെ സൈഡിലും അതുമാതിരി താഴത്തുമൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. താഴത്തൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂർ വെച്ച് ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ഒരു 10-15 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബാറ്ററിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. അപ്പോൾ തന്നെ ഞാനൊരു പാൻ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാക്കിയിരുന്നു മീഡിയം ഫ്ലെയിമിൽ. അതിനുശേഷം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ പാൻ ഇറക്കി വെച്ച് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കുകയാണ്. ഒരു 45 മിനിറ്റോളം വെച്ച് കൊടുത്ത ശേഷം കേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്ക്യൂർ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കേക്ക് പെർഫെക്റ്റ്ലി ബേക്ക് ആയെന്നാണ്. എന്നിട്ട് കേക്ക് പുറത്തെടുത്തിട്ട് നല്ലപോലെ തണുത്ത ശേഷം ഡീമോൾഡ് ചെയ്യാണ്. കേക്ക് എപ്പോഴും തണുത്ത ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു കേക്ക് മോൾഡിൻ്റെ ചൂടിലും കൂടി ഇരുന്ന് നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വരുന്നത്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക. കേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. പിന്നെ ഈ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. അതാണ് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. എന്നിട്ട് ഒരു കേക്ക് ബോൾഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെക്കുക. ഇനി ഇത് നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ട് തണുപ്പിച്ചെടുത്താണ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ശരിക്ക്, അല്ലെങ്കിൽ കേക്ക് ക്രീം ചെയ്ത് കഴിയുമ്പോൾ ഹാർഡായിപ്പോൾ. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്യുക, വൈറ്റോ അല്ലെങ്കിൽ ഡാർക്കോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ നട്ട്സും നിങ്ങളുടെ ചോയ്സാണ്. ആൽമണ്ട്സോ മറ്റേ കാഷ്നട്ടോ പിസ്താഷ്യോ വാൽനട്ട് ഏതാണെന്ന് വെച്ചെടുക്കുക. കോമൺ ആയിട്ട് എപ്പോഴും ആൽമണ്ട്സും കാഷ്നട്ടാണ് എല്ലാവരും എടുക്കുന്നത്. പീനട്ട് എടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് അത്
ഫില്ല് ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തേക്കുന്ന മിക്സിയിലാണ്. അത് ഞാൻ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടും. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കൊണ്ടാണ് ഈ വീഡിയോയുടെ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ടോട്ടൽ എടുത്തേക്കുന്നത്. അതെല്ലാം ഫിനിഷ് ചെയ്ത ശേഷം സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലും ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇത് നട്ടി ബബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് 1-2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്യുന്നതും കൂടി നല്ലതായിരിക്കും. ഞാൻ ആദ്യത്തെ ലെയറിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ലെയറിൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു അരിപ്പയിൽ കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല യൂണിഫോമായിട്ട് സ്പ്രെഡ് ആക്കിയിട്ട് ഞാൻ അത് ഓർത്തില്ല പെട്ടെന്ന്. അപ്പോൾ ഇതാ ഞാൻ ഫൈനലി ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം നല്ലപോലെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രീം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഒരുപാട് ക്രീം ഉള്ളത് ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രീം ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു ഏകദേശം ഒന്ന് ക്രം കോട്ട് ചെയ്ത് തന്നെ എടുക്കണുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതിന്, കാരണം നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് ബൂസ്റ്റും അതുമാതിരി സൈഡിൽ നട്ട്സും ഒക്കെ വെതറി കൊടുക്കും. അപ്പോൾ ഒരുപാട് അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അത് എല്ലാ ഭാഗത്തും ഒന്ന് ക്രീമാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി മധുരമായിട്ട് നമുക്ക് ഓവർ മധുരമായിട്ട് തോന്നും. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഒന്നാമത്, അതുകൊണ്ട് ഞാൻ അധികം ക്രീം അപ്ലൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ആ മുകളിൽ കുറച്ച് ബൂസ്റ്റ് ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ കുറച്ച് ആൽമണ്ട്സും അതുമാതിരി ചോക്ലേറ്റ് ചിപ്സും വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് മൊത്തത്തിൽ. ഇതും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഇത് ഞാൻ ആൽമണ്ട്സ് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ചോപ്പ് ചെയ്തെടുത്തേക്കണതാണ്. പിന്നെ ഈ ചോക്ലേറ്റ് ചിപ്സും ഈ പറഞ്ഞ മാതിരി ഡാർക്ക് എടുക്കുക, മിൽക്ക് എടുക്കുക, അതുമാതിരി വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുക്കുക, ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. എൻ്റെ കാലം ഇപ്പോൾ വൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ബ്ലാക്ക് എടുക്കുന്നത്. നട്ടി ബബിൾ കേക്ക് ഒരുപാട് റിച്ച് ആയ ഒരു കേക്കാണ്, കാരണം നമ്മൾ ഒരുപാട് നട്ട്സും ചോക്ലേറ്റും ബൂസ്റ്റും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഫ്ലേവർ തരുന്ന പല ഇങ്ങനെ മിക്സഡ് ഫ്ലേവർ തരുന്നതാണ് നട്ട്സിൻ്റെ അതുമാതിരി ഈ ബൂസ്റ്റിൻ്റെയൊക്കെ. അപ്പോൾ അതാ ഞാൻ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചോക്ലേറ്റ് ചിപ്സും ഒക്കെ വെച്ച് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ബബിൾ കേക്കാണല്ലോ, നട്ടി ബബിളാണല്ലോ, അപ്പോൾ ബബിൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പല സൈസിലുള്ള ബബിൾസ് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റ് ആ ഒരു ബബിൾസിൻ്റെ സെൻറ്ററിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഹോളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരിപ്പയിലെടുത്ത് നല്ലപോലെ എന്നിട്ട് ഞാനിങ്ങനെ ബബിൾസിൻ്റെ പൊക്കത്ത് ഒന്നും കൂടി വൈറ്റ് ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയത് ഇങ്ങനെ ആക്കി കൊടുക്കണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും യുക്തി അനുസരിച്ച് ചെയ്യാം കേട്ടോ, ഏതാ ഭംഗിയെന്ന് വെച്ചാൽ. ഇതിൽ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ പേരും കൂടി എഴുതുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അവൾ നാട്ടിലാണ്, ഞാനിവിടെ ഗൾഫിലുമാണ്. എന്നാലും ജസ്റ്റ് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നുണ്ടാക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഷാലു എന്നാണ്. അവൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്, മാരേജൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ നട്ടി ബബിൾ കേക്ക്. ഇത് ഇനി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു 2.5-3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റ് കേക്കാണ്, നൈഫ് ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് ഫ്ലേവർ, നട്ട്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ കേക്ക് കഴിക്കുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന മാതിരി തന്നെ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഇതാണ് എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും. ഹസ്ബൻഡ് കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്, അവൾ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്. ഇത് ഞാനും എൻ്റെ സിസ്റ്ററുമാണ്. ഞങ്ങളുടെ കുഞ്ഞിലൊരു ഫോട്ടോയാണിത്. പിന്നെ ഒരു ഫാമിലി ഫോട്ടോയും കൂടി ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.